പാവിത്രത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വർഷിയുടെ അച്ഛൻ ശ്രീയെ വിളിക്കുന്നുണ്ട്. ശ്രീ അഭിലാഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്തോ ഒരു ഡൗട്ട് തോന്നി വിക്രമിനെ ആക്സിഡൻ്റായി കിടക്കുന്ന സ്ഥലത്തേക്ക് അവൻ പോയതാണ്. പക്ഷേ വിക്രമിനെ അവിടെ കണ്ടില്ല. അവനെ ആരോ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അവന് തനിയെ അവിടെ നിന്നും പോകാൻ കഴിയില്ല. അത്രയ്ക്ക് ഡാമേജ് ആയിട്ടുണ്ട് അവന്. പക്ഷേ ആരോ അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീ ഞെട്ടുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ രക്ഷപ്പെട്ടോ അച്ഛാ? എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നാളെ തന്നെ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ ഞാൻ പോയി അന്വേഷിക്കാം. എന്തായാലും ആരുടെയും സഹായം കൂടാതെ അവനെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ്. പിന്നീട് വിക്രമിനെ കാണാനായിട്ട് ജീന ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ജീനയെ കാണുന്ന രാധ വേഗം തന്നെ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നത് എന്ന് പറയാട്ടോ. അപ്പോൾ ജീന ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ, അപ്പോൾ അവൻ എന്തായെന്ന് അറിയണ്ടേ, അതിനു വേണ്ടി വന്നതാണ് ഞാൻ. വന്നതൊക്കെ കൊള്ളാം, പക്ഷേ വിക്രം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ ആരോടും പറയരുത്. ആരോടും പറയരുതെന്നോ? അപ്പോൾ നീ അവൻ്റെ വീട്ടിലേക്കൊന്നും വിളിച്ച് അറിയിച്ചില്ലേ രാധേ? നീ എന്തൊക്കെയായി പറയുന്നത്? വേണ്ട ജീന, അവൻ്റെ വീട്ടിൽ അറിയിക്കണ്ട. അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചാലേ എല്ലാവരും കൂടെ ഇങ്ങനെ ഇളകി മറിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഓടി വരും. അത് പറ്റത്തില്ല. എനിക്ക് അവനെ 2 ദിവസം എൻ്റെ കയ്യിൽ തന്നെ കിട്ടണം. അവൻ്റെ ചടങ്ങുണ്ടല്ലോ, അതിന് പോകാൻ പാടില്ല. അവനോട് നിൽക്കട്ടെ. എന്തായാലും ദൈവം കണ്ടുവച്ച വഴിയാണിത് എന്ന് പറയാട്ടോ. അപ്പോഴേക്കും ജീന പറയുന്നുണ്ട്, രാധേ, ഇത് നീ കളിക്കുന്നത് വേറെ ലെവലാട്ടോ. പിന്നെ അവൻ്റെ വീട്ടുകാരും വേദയുടെ വീട്ടുകാരും തമ്മിൽ ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള ചടങ്ങാണ് നാളെ നടക്കാൻ പോകുന്നത്. എന്തായാലും അവൻ അതിന് പോയല്ലേ പറ്റൂ. നീ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് പറ എന്ന് പറയാട്ടോ. അപ്പോൾ നമ്മുടെ രാധ പറയുന്നുണ്ട്, ഇല്ല ജീന, ഞാൻ പറയത്തില്ല. അവനെ നാളെ എൻ്റെ ഒപ്പം ഇവിടെ വേണം. ഇത് ദൈവം തീരുമാനിച്ചത് തന്നെയാണ് അവൻ ആ ചടങ്ങിന് പോകണ്ടെന്നുള്ളത്. പിന്നെ നീയായിട്ട് ഇത് ആരോടും പറയരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. രാധയെ കണ്ടതും വിക്രം ചോദിക്കുന്നുണ്ട്, രാധേ, നീയാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, ഞാനേ നിനക്കുണ്ടാവൂ. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ആരും നിന്നോടൊപ്പം ഉണ്ടാവത്തില്ല, ഞാൻ തന്നെ ഉണ്ടാവൂ എന്ന് പറയാണ്. ഇതേ സമയം വിക്രം ഇങ്ങനെ ആക്സിഡൻ്റ് ആയ സമയം ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാധ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല എന്ന് വിക്രം പറയുന്നുണ്ട്. പക്ഷേ വിക്രമിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ അഭിലാഷിൻ്റെയും ശ്രീയുടെയും അച്ഛൻ്റെയും ഒക്കെ മുഖങ്ങൾ. അവർ സംസാരിക്കുന്നതും ഒക്കെ ഇങ്ങനെ മങ്ങി വിക്രമിൻ്റെയും മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. രാധ ചോദിക്കുന്നുണ്ട്, വിക്രം, നിനക്ക് ഇന്നലത്തെ സംഭവം എന്താണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? ആരാണ് ഇതിന് പിന്നിലെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വിക്രം നുണ പറയാണ്. ഇല്ല രാധ, എനിക്കേ ഒന്നും ഓർമ്മയില്ല എന്ന് പറയാട്ടോ. എന്തായാലും നീ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, പറയണം എന്ന് പറയാട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ട, അമ്മ വിഷമിക്കും, നീ വീട്ടിലേക്ക് വിളിക്കേണ്ട. അത് തന്നെയാണ് ഞാനും വിചാരിച്ചത്. വിളിക്കണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും വിക്രം, ഞാൻ വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നിനക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാം എന്നും പറയുകയാണ്. എന്ന് പറഞ്ഞ് എണീക്കുന്ന സമയത്ത് വിക്രം പിറകിൽ നിന്നും വിളിക്കുന്നുണ്ട്, രാധേ, നീ എൻ്റെ ഫോണ് കണ്ടോ? ഇല്ല. ഫോൺ ആ സമയം നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിൻ്റെ കയ്യിലില്ലായിരുന്നല്ലോ, അത് മിസ്സായിരിക്കണോ എന്ന് പറയാട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ശരി, നീ നിൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്കൊന്ന് അടിച്ചു നോക്കിയെന്ന് പറയാണ്. ഇതേ സമയം രാധ അതുപോലെ അടിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് സ്വിച്ച് ഓഫ് ആണെന്നും പറയുന്നുണ്ട്. രാധേ, നാളത്തെ വിശേഷത്തെപ്പറ്റി നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് വിക്രം. അപ്പോൾ രാധ പറയുന്നുണ്ട്, എനിക്കറിയാം. എന്തായാലും ദൈവത്തിന് ആ തീരുമാനം ഇഷ്ടമല്ല. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരുമിപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് വിക്രം ഇങ്ങനൊരു ആക്സിഡൻറ്റ് നടന്നത്. ഇതിന് ഞാൻ സന്തോഷിക്കുന്നൊന്നുമില്ല കേട്ടോ. നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് എന്ന്. പക്ഷേ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ നീ ഈ തീരുമാനം മാറ്റണം എന്നുള്ളത്. പക്ഷേ ഇങ്ങനൊരു അപകടത്തിലൂടെ ആവരുതെന്ന് എനിക്കുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് രാധ അങ്ങനെ മടങ്ങിപ്പോവാണ് വീട്ടിലേക്ക്. വേദയാണെങ്കിൽ വിക്രമിനെ കാണാത്ത വിഷമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് നന്നായി പറയുന്നുണ്ട് വേദ, ദൈവമേ, ഇത്രയും കഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇത്രയും എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. നാളത്തെ ചടങ്ങിൽ എൻ്റെ വീട്ടുകാരും ഇവിടുത്തെ വീട്ടുകാരും തമ്മിൽ നിശ്ചയിച്ച് ഉറപ്പിച്ച ചടങ്ങാണ്. എന്തായാലും അത് നല്ലപടി തന്നെ നടക്കണം ദൈവമേ, നടത്തി തരണേ, വിക്രം ഇങ്ങോട്ട് വരണേ. എന്തായാലും ഞങ്ങൾ കണ്ടാൽ ഏതു നേരം വഴക്കാണെങ്കിലും ഇപ്പോൾ ചെറുതായി എനിക്ക് എന്തോ ഇതൊക്കെ വിക്രമിനോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്
എനിക്ക് ഇവിടുത്തെ വീട്ടുകാരെയും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് എന്നും നിലനിർത്തി തരണേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ്. എന്തു പറ്റി വേദ, ഈ നേരത്തൊക്കെ ഒരു പ്രാർത്ഥന? അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അതെന്താ ചേച്ചി, ഈ പ്രാർത്ഥിക്കാനൊക്കെ നേരം കാലമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ആ ഉണ്ടല്ലോ. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വിളക്ക് കത്തിക്കുന്ന സമയത്ത്. പക്ഷേ ഇത് 10 മണിയായില്ലേ, ഈ സമയത്ത് എന്താ ഒരു പ്രാർത്ഥന? ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതേ മനസ്സിൽ വിഷമം വരുന്നവരാ. നിനക്കെന്താ വിക്രമിനെ കാണാത്തത് കൊണ്ട് നാളെ വിക്രം ഇങ്ങോട്ട് വരില്ല എന്ന് വല്ല സംശയമുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംശയം എനിക്കില്ല, എനിക്കുറപ്പാ വിക്രം നാളെ എത്തും. എന്താ ചേച്ചിക്ക് വല്ല സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കുറപ്പാടി, നിന്നെ നാളെ നിൻ്റെ കഴുത്തിൽ തട്ടാൻ താലി കെട്ടാൻ അവൻ വരത്തില്ല. അവനക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവൻ വരികയില്ല. പിന്നെ നീ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബെറ്റിനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ഞാൻ ബെറ്റിനുണ്ട്. ആ എങ്കിലേ ഇതേ സമയം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവോ എന്ന് ചോദിക്കുക കേട്ടോ നമ്മുടെ നന്ദിനി. വിക്രം വന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി വേദ പറയുന്നുണ്ട്, ശരി ഞാനങ്ങനെ ഇറങ്ങിയേക്കാം, പക്ഷേ ഇത് ബെറ്റിൽ നിങ്ങളാണ് തോറ്റതെങ്കിൽ നിങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദിനി പറയും, അതിനെ വിനയേട്ടൻ എന്നെ സമ്മതിക്കത്തില്ല. അപ്പോൾ വേദ പറയും, വിനയേട്ടൻ സമ്മതിക്കാത്തതല്ല, നിങ്ങളിവിടെ ഉള്ളവരേക്ക് ഊറ്റി കുടിച്ച് എല്ലാം കൈക്കലാക്കിയിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ, അതുകൊണ്ടാണെന്നും പറയുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. വർക്ക്ഷോപ്പിൽ സ്റ്റീഫനും അനിയൻകുട്ടനും കൂടി ഇങ്ങനെ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയൻകുട്ടൻ പറയുന്നുണ്ട്, ഇതേ സമയം ഈ രാജേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ടാവേണ്ടതായിരുന്നു. എന്തായാലും നാളെ നമ്മുടെ വിക്രമിൻ്റെ ചടങ്ങല്ലേ, നമുക്ക് പോകണ്ടേന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, നിന്നോട് ചെല്ലാൻ വേണ്ടി വിക്രമേട്ടനെങ്ങാനും പറഞ്ഞു, നിന്നോട് ഇങ്ങനെ ചടങ്ങിൻ്റെ കാര്യം എപ്പോഴും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, എങ്കിലും നമ്മൾ ആ സമയത്ത് നമ്മുടെ വിക്രമേട്ടൻ്റെ കൂടെ ഉണ്ടാവേണ്ടതല്ലേ, അതല്ലേ ശരി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നാളത്തെ ചടങ്ങേ വിക്രമേട്ടന് ഒരിക്കലും ഇഷ്ടപ്പെട്ട സംഭവമല്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുക നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിനയനെ കണ്ടതും എന്താ വിനയേട്ട ഈ വഴിക്കൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനയൻ പറയുന്നുണ്ട്, അല്ല വിക്രമിനെ കാണുന്നില്ല, 2 ദിവസമായി വീട്ടിലേക്ക് വന്നിട്ട്, അവൻ ഇങ്ങോട്ടേക്കാനും വന്നോ എന്നറിയാൻ വേണ്ടി വന്നതാണ് ഞാനെന്ന് പറയുകയാണ്. അപ്പോഴാണ് അനിയൻകുട്ടൻ പറയുന്നത്, അയ്യോ ഞങ്ങളിപ്പോൾ എന്ത് പറ്റി വിക്രമേട്ടനെ ഇങ്ങോട്ട് കാണുന്നില്ല, വീട്ടിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. അപ്പോൾ വിനയം പറയുന്നുണ്ട്, നിങ്ങളോടപ്പോൾ അവനൊന്നും പറഞ്ഞില്ലേ, നിങ്ങളോട് പറയാതെയാണോ അവൻ ഇവിടെ നിന്ന് പോയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതേസമയം നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ ആളുകൾ അനിയൻകുട്ടനെ വിളിക്കുന്നുണ്ട്, നമുക്ക് നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരൂ, വിക്രമിൻ്റെ കാര്യം സംസാരിക്കാനെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അനിയൻകുട്ടൻ വിനയനോട് പറയുന്നുണ്ട്, അതെ വിക്രമിൻ്റെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞ് ശ്രീനിവാസൻ സാറിൻ്റെ ആൾക്കാരാണ് വിളിച്ചത്, ഞങ്ങളൊന്ന് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് സാറ് ചോദിക്കുന്നുണ്ട്, 2 ദിവസമായി വിക്രമിനെ കാണുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം അറിയാവോ, അതറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, ഇല്ല സാറേ, ഞങ്ങൾ വിചാരിച്ചു സാർ എന്തെങ്കിലും കാര്യത്തിനായി വിക്രമിനെ പറഞ്ഞയച്ചിട്ടുണ്ടാകുമെന്നാണ്, ഞങ്ങൾ അവനെ പിന്നീട് കണ്ടിട്ടില്ല, ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറയുകയാണ്. ഇതേ സമയം ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, ഈ വേദയുണ്ടല്ലോ, ആ കുട്ടി 2 ദിവസമായി ഇവിടെ എനിക്ക് വിളിക്കുന്നു, വിക്രമിനെ കണ്ടോ, ഞാൻ എന്തെങ്കിലും കാര്യത്തിന് അയച്ചോ എന്ന് തന്നെയാണ് ആ കുട്ടിയുടെയും സംശയം. പക്ഷേ ഞാൻ അവനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഈ 2 ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ചടങ്ങെങ്ങാനും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരും വിചാരിക്കും ഇത് മുടങ്ങാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തതാണെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവരെങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്.